ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നേ ഞാനൊരു ഈവനിങ് റുട്ടീനാണ് കാണിക്കുന്നത്. നൈറ്റത്തെ രാത്രിയിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മുട്ടയൊക്കെ ഞാൻ അങ്ങ് അടുപ്പത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് ചേട്ടൻ റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പച്ചരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ബക്കറ്റിനകത്ത് തട്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പച്ചരി അതും ഇതുമൊക്കെ ഇതായി കബോർഡിനകത്ത് ബക്കറ്റിനകത്താക്കിയാണ് വെക്കുന്നത്. പലചരക്ക് സാധനം ടിന്നിനകത്ത് ഇട്ടിട്ട് ബാലൻസ് വരുമല്ലേ, അതൊക്കെ ഞാൻ കവറിൽ തന്നെ കെട്ടിയിട്ട് ബക്കറ്റിനകത്തും കലത്തിനകത്തും ആക്കി അടച്ച് കബോർഡിനകത്ത് വെക്കും കേട്ടോ. അങ്ങനെ കേട്ടോ. അല്ലാതെ എൻ്റെ അടുക്കള ഒരു കൊച്ചടുക്കള കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ ഷെൽഫിനകത്തൊന്നും വെക്കാൻ സ്ഥലമില്ല. പിന്നെ ആണെങ്കിൽ വേറെ അപ്പുറത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു അലമാരിയും കൂടെ ഞാൻ സ്റ്റീലിൻ്റെ ഒരു അലമാരിയും കൂടെ ദാണ്ട് ഈ അടുക്കളയിൽ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അതിനകത്ത് പിന്നെ ഞാൻ അടുക്കളയിൽ തന്നെ കുറേ സാധനങ്ങളൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കണക്ക് സഞ്ചി കവർ അങ്ങനെയൊക്കെ ദാണ്ട് ഈ ബക്കറ്റിനകത്തിട്ട് അടച്ചു വെക്കും. അപ്പോൾ എപ്പോഴും എല്ലായിടും കിടന്ന് തപ്പുണ്ടല്ലോ, നമുക്ക് പോകാൻ നേരം റേഷൻ കടയിലൊക്കെ പോകാൻ നേരേ അപ്പം അവിടെ നിന്ന് അങ്ങ് എടുക്കാമല്ലേ. പിന്നെ നമുക്ക് ഉള്ളിക്കറിക്ക് വേണ്ടുന്ന ഉള്ളിയും വെളുത്തുള്ളിയും എടുക്കാം. ഞാനാണെങ്കിലേ ഉള്ളിക്കറിക്കകത്ത് ഇഞ്ചി ചേർക്കത്തില്ല, എനിക്കിഷ്ടമല്ല ഇഞ്ചിയുടെ ടേസ്റ്റ് കേട്ടോ ഉള്ളിക്കറിക്ക്. അത് തന്നെ ഇഞ്ചി ചേർക്കത്തില്ല. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ തക്കാളി, ഇത്രയേ ഞാൻ ചേർക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാണ്ട് മുട്ടയൊക്കെ തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ടതാണേ. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 വലിയ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയത് നല്ല മുട്ടൻ വെളുത്തുള്ളി, നമ്മുടെ ചുമന്നുള്ളിയുടെ അത്രയുണ്ട് ഓരോ വെളുത്തുള്ളി. അത് കാരണം 3 എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇത് കണക്കൊരു ബക്കറ്റ് നമ്മളെപ്പോഴും അടുക്കളയിൽ വെച്ചിരുന്നാലേ നമുക്ക് എപ്പോഴും ഈ വേസ്റ്റ് കളയാൻ പുറത്ത് പോകണ്ട കേട്ടോ. അത് കണക്ക് തന്നെ നമുക്ക് ബയോവിൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ പുറത്ത് വലിച്ചെറിയാതെ അങ്ങനെ ഒരു ബയോവിൻ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതൊക്കെ എടുക്കാം, ചെടിക്കോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ആ ഉള്ളി എല്ലാം അരിഞ്ഞെടുക്കുകയാണേ. നിങ്ങളെ അരിയുന്ന കാണിച്ച് ഷോ കാണിച്ച് കൈ മുറിക്കാതിരിക്കാൻ ഞാൻ ഒരു കയ്യുറയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി മാത്രം അരിഞ്ഞ് വെച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിലേ ഫ്രിഡ്ജിനകത്ത് രാവിലെ ഞങ്ങൾക്കിന്ന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചപ്പാത്തി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, പരത്തിയതേ. അപ്പോൾ അതെടുക്കാനാണ് ഞാൻ പോകുന്നത്. പിന്നെ ആണെങ്കിൽ ഒരു കവറ് കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലേ, ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി, അതുമുണ്ട്. അത് ഞങ്ങൾ സാധാരണ കടയിൽ നിന്ന് ചപ്പാത്തി വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അനിയനാണെങ്കിൽ ലെയ്ത്തിൻ്റെ പണിയാണ്. അപ്പം ഈ മെഷീനൊക്കെ ശരിയാക്കാൻ പോകുമ്പോഴേ അവിടുന്ന് ചപ്പാത്തിയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ കിട്ടിയപ്പം ഞങ്ങൾക്കൂടെ ഒരു കവർ തന്നതാണ്. അത് കാരണം പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഇരിക്കുന്ന ചപ്പാത്തി അതും കൂടെ ആകുമ്പം രാത്രിയിലത്തെ കാര്യം കഴിയുമല്ലേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചപ്പാത്തിയും ചുട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ചപ്പാത്തി കൊണ്ടുവന്നത്. അത് കാരണം പിന്നെ ഇനിയിപ്പം അതങ്ങ് ചുടാമെന്ന് വിചാരിച്ച്. വേണ്ട, ഞാനിങ്ങനെയാണ് ബാലൻസ് വരുന്നത് ചുടത്തില്ല, ഇങ്ങനെ തന്നെ പാത്രത്തിനകത്താക്കിയിട്ട് ഒരു കവറിനകത്താക്കി വെക്കണം. അപ്പോഴും ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് കണക്ക് തന്നെ ഞാനാണെങ്കിൽ ഫ്രീസറിനകത്ത് വെക്കത്തില്ല കേട്ടോ. ചില്ലറുണ്ടല്ലേ നമ്മുടെ പാലൊക്കെ വെക്കുന്ന സ്ഥലം, അവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കേടാവാതിരിക്കും കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു സാധാരണ ഉള്ളിക്കറിയാണ് ഞാൻ വെക്കുന്നത്. ആദ്യം കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് സവാള ഇട്ട് അത് ഉപ്പ് ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചേക്കുക. അന്നേരം അത് നന്നായിട്ട് വഴണ്ട് വരും കേട്ടോ. അപ്പോഴത്തേക്ക് മുട്ടയൊക്കെ വെന്തതിനകത്തോട്ട് ഞാൻ വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ കളഞ്ഞ് പച്ചവെള്ളം ഒഴിച്ച് വെച്ച് കേട്ടോ. ഇനിയിപ്പോഴേ ആ കലം എനിക്ക് വേണം കേട്ടോ. ചേട്ടനെ കഞ്ഞി വെക്കാനായിട്ടേ, ചേട്ടൻ എന്നും രാത്രി കഞ്ഞിയാണ് കുടിക്കുന്നത്, മില്ലറ്റിൻ്റെ കഞ്ഞി. അപ്പോൾ ആണെങ്കിൽ അതാണെങ്കിലേ കുക്കറിനകത്താണ് ഞാൻ വേവിച്ചത്. അപ്പോൾ ആ കുക്കർ അങ്ങ് ഒഴിഞ്ഞ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ കൊച്ചു കലത്തിനകത്തോട്ടാക്കി കേട്ടോ. അതിനകത്ത് പിന്നെ കുറച്ച് കടിപിടി സാധനങ്ങളൊക്കെ ഇടുവേ, ജീരകം, കുരുമുളക്, പിന്നെ ചുക്ക്, വെളുത്തുള്ളി, ഇതൊക്കെ ചേർക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ മുട്ടയെല്ലാം ഞാനങ്ങ് പൊളിച്ച് വൃത്തിയാക്കി വെച്ച് കേട്ടോ. പിന്നെ തക്കാളി അരിഞ്ഞ് ഞാനിൽ ഉള്ളി വാടിയപ്പോൾ അതിനകത്തിട്ട് അതും ഒന്ന് ഒരു വട്ടം ഒന്ന് വാടി ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴേ പിന്നെ മസാല ചേർക്കത്തുള്ളൂ കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാരയാണ് ഞാൻ അതിൽ ചേർത്തത്. അപ്പോൾ ഒരു കറിയുടെ ഒരു എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചുമന്നുള്ളി തൊലിച്ച് കണ്ട അതാണെങ്കിലേ ഞാൻ രാവിലെ നാളെ കടലക്കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ ഞാൻ അങ്ങ് നന്നാക്കി വെച്ചതാണ്. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നന്നാക്കി വെച്ചേട്ടാ.
ഇനി ഞാനാണെങ്കിലേ ഇതിനകത്തൊരു ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ മുട്ടയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡി. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ മുട്ടയുടെ മുകളിലോട്ട് ഇച്ചിരി കറിയൊക്കെ കോരി ഒഴിക്കുന്നത് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി, അത് കറിയായി കേട്ടോ. ഉണ്ടോ? അപ്പോൾ കറിയെല്ലാം പെർഫെക്റ്റായിട്ട് പറ്റി നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ വേണ്ട നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നാളെ കടലക്കറിക്ക് വേണ്ടുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ നേരത്തെ അങ്ങ് സെറ്റാക്കി വെക്കും, അല്ലെങ്കിൽ പിന്നെ പാടാ രാവിലെ ഉള്ളിയൊക്കെ പൊളിച്ചിരിക്കാൻ കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണേ. നമ്മൾ ഇതിപ്പം വീട്ടിൽ പരത്തിയ ചപ്പാത്തിയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ, ഈ ചുടുന്നത്. എനിക്കങ്ങ് അത്രയ്ക്ക് വലിയ ബബിൾ പോലൊന്നും പൊങ്ങിയൊന്നും വരത്തില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ വരുമോ? ചെറുതായിട്ടൊന്ന് പൊങ്ങി വരത്തേ ഉള്ളൂ. ഒരുപാടങ്ങ് പൊങ്ങി അങ്ങ് വലിയ പെർഫെക്റ്റായിട്ടങ്ങ് ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. വേണ്ട, ഇത്രയൊക്കെ ഒന്ന് പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം നോക്കിയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തി ഇതാ നോക്കണം, ബബിൾ പോലെ അങ്ങ് പൊങ്ങി വരും. ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതേണക്ക് പൊങ്ങി വരുമോ? ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതേവരെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊങ്ങി വരത്തേ ഉള്ളൂ. പക്ഷേ ചപ്പാത്തി നല്ല ടേസ്റ്റും മയമുള്ളതും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം മക്കൾക്ക് 2 പേർക്കും അങ്ങ് ഫുഡ് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ എല്ലാവരും അങ്ങ് ഫുഡ് കഴിച്ച് ഇപ്പം ഞാൻ രാത്രിയിലാണെങ്കിൽ അവർക്ക് 1 ഗ്ലാസ് പാല് വീതം കൊടുക്കണേ. അവർക്ക് മാത്രമല്ല ഞാനും കുടിക്കും. ഇന്ന് ഇച്ചിരി പാല് കുറവാണ്. വൈകിട്ട് ഞങ്ങൾ അതിൽ നിന്ന് എടുത്താണ് ചായയൊക്കെ ഇട്ടത്. അപ്പോൾ അവർക്ക് പാലും ഒക്കെ കൊടുത്തു കഴിയുമ്പം പിന്നെ രാവിലത്തെ കറി ഇച്ചിരി ഇരുന്നത് അതും ഒക്കെ ചൂടാക്കി വെച്ച് പിന്നെ കുറച്ച് പാത്രം ഇരുന്ന് കിടന്നത് അതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കുവാണേ. ഇപ്പോൾ ഈ സ്പീഡിൽ ഞാൻ ഇത് കാണുമ്പോഴേ ഞാൻ അന്നേരം വിചാരിക്കും റിയൽ ലൈഫിലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് ആ പാത്രമൊക്കെ കഴുകിയെടുത്ത്. അത് ഇതിൽ കാണുമ്പോൾ എത്ര ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും പാത്രവും കഴുകിയെടുത്ത്. ഞാനൊരു 10-15 മിനിറ്റ് എടുത്താണ് ഇത്രയും പാത്രം കഴുകി വൃത്തിയാക്കി എടുത്തത്. അപ്പം റിയൽ ലൈഫ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ ഇനി അല്ലറ ചില്ലറ കുറച്ച് ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനി വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നങ്ങ് ഞാൻ പറഞ്ഞില്ലേ ബയോവിന്നുണ്ടെന്ന്. ഇതാണേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്ക് കേട്ടോ. 160 രൂപ എങ്ങാണ്ട് അടയ്ക്കുമ്പം കിട്ടുന്നതാണേ. അപ്പം ഞാൻ ഇതിനകത്തേ വേസ്റ്റ് ഇട്ടിട്ട് ഇച്ചിരി ചകിരിച്ചോറിടെ രാത്രി ഇടത്തില്ല. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ പാകം ചെയ്യുമ്പോഴേ വേസ്റ്റ് കാണത്തില്ല, അത് ഇതിനകത്തിടുമ്പോൾ പിന്നെ കിച്ചൺ വൃത്തിയാക്കാൻ നേരം ഇത് കൊണ്ടുവന്ന് വീണ്ടും അതിനകത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചകിരിച്ചോറിടുക. അപ്പോൾ ഈ പുഴു കാണും, എന്നാലും സ്മെല്ലൊന്നും വരത്തില്ല. അപ്പം ഞാൻ ബക്കറ്റൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കുവാണേ. അന്നേരം നമ്മുടെ പരിസരമൊക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കും, ഈ വേസ്റ്റ് ഒന്നും കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഇടാതിരുന്നു കേട്ടോ. ഞാൻ ഈ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്നും രാത്രിയിൽ ഇങ്ങനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു എന്തുവാ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരിക്കും കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കാനൊരു ഉന്മേഷമായിരിക്കും. കാരണം വെച്ചാൽ അടുക്കളയൊക്കെ അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് വരുമ്പോഴേ നമ്മുടെ മൂടങ്ങ് പോകും. അത് കാരണം ഞാൻ എന്നും രാത്രിയിൽ കിച്ചൺ വൃത്തിയാക്കാട്ടേ കിടക്കത്തില്ല. എത്ര വയ്യെങ്കിലും ഞാൻ കിച്ചൺ വൃത്തിയാക്കാതെ കിടക്കത്തില്ല കേട്ടോ. എല്ലാം വൃത്തിയാക്കി തുടച്ച് പിന്നെ ഈ ഗ്യാസും എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടേ കിടക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസ് തുടയ്ക്കാനായിട്ട് ഒഴിച്ച ലോഷൻ കണ്ടാൽ അതാണെങ്കിലേ ലൈസോൾ ഉണ്ടല്ലേ, ലൈസോളിനകത്ത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു ഹാൻഡ് വാഷിൻ്റെ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചതാണേ. എനിക്ക് പിന്നെ മറ്റേ ലിക്വിഡൊന്നും ഉണ്ടാക്കാൻ എനിക്ക് മെനക്കെടാനൊന്നും കഴിയത്തില്ല കേട്ടോ. വിനാഗിരി നാരങ്ങ നീരൊക്കെ വെച്ചിട്ട് കാണിക്കത്തില്ലേ വീഡിയോക്കകത്തൊക്കെ, അതൊക്കെ എനിക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൈസോളിനകത്ത് കുറച്ച് വെള്ളമോടെ ചേർത്ത്. പക്ഷെ നല്ല നല്ല ഒരു നല്ല മണവും ആയിരിക്കും, നല്ല ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. ഈ സിങ്കിൻ്റെ മാത്രം ഞാൻ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകും കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് തന്നിട്ടേ വൃത്തിയായിട്ട് കഴുകും കേട്ടോ. വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകും. മറ്റിടത്തെല്ലാം ഞാൻ തുടച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം ഒന്ന് കുറച്ച് സ്പേസ് എല്ലാം ഉള്ളു. സിങ്കിൻ്റെ ഒരു ഇച്ചിരി സ്പേസേ ഉള്ളൂ. പിന്നെ ഗ്യാസ് വെക്കുന്ന സ്പേസും പിന്നെ അടുപ്പിൻ്റെ അത്രയും സ്പേസേ ഉള്ളൂ എൻ്റെ അടുക്കളയിൽ. ഒരു ഇച്ചിരി കൊച്ചടുക്കളയാണ്. അപ്പോൾ അത്രയും ഭാഗമെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇടാതിരുന്നാൽ മോശമല്ലേ. അത് കാരണം ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ടേ കിടക്കത്തുള്ളൂ.
പിന്നെ ഇതെല്ലാം ഒന്ന് ഈ ഇത് ഈ ഈ വൈപ്പർ ഉണ്ടല്ലേ, വൈപ്പർ എന്ന് തന്നെയല്ലേ പറയുന്നത്, അത് ആ തുടയ്ക്കുന്ന സാധനം ഭയങ്കര നല്ല എന്തരാ കേട്ടോ, നമുക്ക് പെട്ടെന്ന് ആ വെള്ളം എല്ലാം അങ്ങ് തുടച്ച് മാറ്റാൻ പറ്റും കേട്ടോ. ഇനി ഇതാണ്ട ഒന്ന് തൂത്തും കൂടി ഇട്ട് കഴിയുമ്പം എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം തീരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് ഇതാ ഈ ഇരിക്കുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ അരി ഇട്ട് വെക്കുന്നത് കേട്ടോ. രാവിലെ ചോറ് വെക്കുന്ന അരി, അത് മാത്രം ഞാൻ വെളിയിൽ വെക്കും. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും രാത്രിയിൽ അല്ല, നമ്മൾ വെളുപ്പിന് കബോർഡിനകത്തൊക്കെ വലിച്ചെടുക്കാൻ പാടായിരിക്കേ, അത് കാരണം ഞാനങ്ങ് വെളിയിൽ വെക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ തേങ്ങ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് ചേട്ടൻ കേട്ടോ, ആ സഞ്ചിക്കകത്ത്. അത് ഞാനങ്ങ് ആ വിറകൊക്കെ വെക്കുന്നതിൻ്റെ അവിടെ വിട്ടങ്ങ് വെക്കും കേട്ടോ. അവിടെ ഇച്ചിരി എപ്പോഴും പൊടി കാണും കേട്ടോ, നമ്മളെ അടുപ്പല്ലേ അത് അവിടെ, അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഞാൻ വിറകൊക്കെ വെക്കുന്നത്. അപ്പോൾ വിറക് വാരിക്കൊണ്ടിട്ടപ്പം കുറച്ച് പൊടി ആ നിലത്തൊക്കെ വീണായിരുന്നു. അതൊക്കെ അങ്ങ് തട്ടിത്തൂത്ത് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ മുറ്റം കണ്ടോ, ഞങ്ങളുടെ അടുക്കളയേക്കാൾ ഇച്ചിരി ഉയരത്തിലാണ് മുറ്റം. അതാണെങ്കിലേ ഞങ്ങളുടെ വീട് പണിഞ്ഞപ്പോൾ അങ്ങനെ അല്ലായിരുന്നു, മുറ്റം താന്നും വീട് പൊങ്ങിയിരുന്നായിരുന്നു. ഞങ്ങൾക്കിവിടെ റോഡ് പണി വന്നപ്പോഴേ ഞങ്ങളുടെ ആ റോഡ് ഞങ്ങളുടെ വസ്തുവിനേക്കാൾ അങ്ങ് പൊങ്ങി. അപ്പോൾ വെള്ളം ഞങ്ങളുടെ പറമ്പിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ മണ്ണിട്ട് ഉയർത്തി അങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ നാളത്തേക്കുള്ള കടലയൊക്കെ വെള്ളത്തിടുവാണേ. നാളെ നമുക്ക് പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ കടലയൊക്കെ തലേന്നേ അങ്ങ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ഇനി എന്തുവാ ജോലി, ഇനിയാണെങ്കിൽ ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യണം. അതെല്ലാവരും മറക്കാതെ ചെയ്യുന്ന കാര്യമല്ലേ. ജനലൊക്കെ അടയ്ക്കണം. ഇനിയൊന്ന് എനിക്ക് പുറവും കൂടെ കഴുകണം. അപ്പോൾ അങ്ങനെ പുറമൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എല്ലാവരും നിങ്ങളും പോയി കിടന്നുറങ്ങുക കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.